മരുന്നുകളുടെ ശാസ്ത്രീയമായ സംഭരണത്തിനും വിതരണത്തിനും സ്വന്തം കെട്ടിടം അനിവാര്യമെന്ന് KMSCL കോഴിക്കോട് മുൻ മാനേജർ. വാടക കെട്ടിടത്തിൽ ശാസ്ത്രീയമായ സംഭരണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് പരിമിതിയുണ്ട്. നഗരത്തിൽ സംഭരണ കേന്ദ്രം വന്നാൽ ഇപ്പോഴത്തെ അനാവശ്യ ചെലവ് കുറയുമെന്നും ഗോഡൌൺ മുൻ മാനേജർ ഡോക്ടർ ജിജിത്ത് മീഡിയ വണിനോട് പറഞ്ഞു. KMSCLന്റെ ഗോഡൌൺ 10 വർഷമായി നഗരത്തിൽ നിന്ന് മാറി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് മീഡിയ വൺ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു ഡോക്ടർ ജിജിത്ത്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കോഴിക്കോട്ടെ ഗോഡൌൺ ഒരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുകയാണെങ്കിൽ എത്രത്തോളം ഗുണകരമാകും ഈ മെഡിക്കൽ മരുന്നുകളുടെയും മറ്റൊക്കെ വിതരണത്തിനെ കുറിച്ച് നമ്മോട് സംസാരിക്കുകയാണ് ഗോഡൌണിൻ്റെ മുൻ മാനേജറും ഇപ്പോൾ ഫാർമസി കോളേജിലെ അധ്യാപകനുമായ ഡോക്ടർ ജിജിത്ത്. ഒരു വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഒരു സ്വന്തം കെട്ടിടത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ബെനിഫിറ്റ് ഉണ്ടാകുക? ശരിക്കും മരുന്നുകൾ സൂക്ഷിക്കുന്നത് കൃത്യമായിട്ടും നമ്മുടെ ഒരു ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940 പ്രകാരവും 45 റൂൾ പ്രകാരവുമാണ് മിക്കവാറും മരുന്നുകൾ എങ്ങനെ സൂക്ഷിക്കണമെന്ന് കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. അതും പ്രകാരം ഒരു മരുന്ന് സൂക്ഷിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റണമെങ്കിൽ സ്വന്തമായ കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ എല്ലാ രീതിയിലും നമുക്ക് ആ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സ്വന്തമായ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോറേജ് സൗകര്യമായിട്ടുള്ള ഊഷ്മാവ് കൃത്യമായിട്ട് നമുക്ക് പാലിക്കപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ വാക്കിംഗ് കൂളർ പോലത്തെ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഫയർ എക്സ്പ്ലോഷനൊക്കെ ഉള്ള സമയത്ത് അത് കൃത്യമായി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ ഉണ്ടാവും. സാധാരണ ഒരു ബിൽഡിംഗ് നമ്മൾ എന്തിനാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെയല്ല ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും ആ ബിൽഡിങ്ങുകൾ നമ്മൾ ഉപയോഗിക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ സ്വന്തമായ ബിൽഡിംഗ് ആണെങ്കിൽ ഈ രീതിയിൽ നമ്മൾ സംഭരണശാല ഉണ്ടാക്കുമ്പോൾ സയൻറ്റിഫിക് രീതിയിൽ നമ്മൾ മരുന്നിനെ നമ്മൾ സൂക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഡ്രഗ്സുകൾ എക്സ്പയറി പോകാതിരിക്കാനും നമുക്ക് മുൻകൈ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ കൃത്യത വർദ്ധിപ്പിക്കുവാനും കൃത്യമായ രീതിയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അത് സാധിക്കുന്നുള്ളതാണ് അതിൻ്റെ സവിശേഷമായ കാര്യങ്ങൾ. മറ്റൊന്ന് ഇത് ദൂരമാണ്. ഇപ്പോൾ നടുവണ്ണൂരിലാണെങ്കിൽ ഏറ്റവും 30 കിലോമീറ്റർ അകലെയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയാണ് ഏറ്റവും കൂടുതൽ സപ്ലൈ ഉള്ളത്. അപ്പോൾ കുറച്ചുകൂടി നഗരം കേന്ദ്രീകരിച്ചൊരു സ്വന്തമായ സ്ഥാപനം എന്നുള്ളതല്ല ഏറ്റവും നല്ലത്? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ കോഴിക്കോട് ജില്ലയിലെ മെഡിസിൻസുകൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് മെഡിക്കൽ കോളേജ് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഒരുപാട് രോഗികൾ വരുന്നതുകൊണ്ട് ഒരുപാട് മരുന്നിൻ്റെ തന്നെ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ കോഴിക്കോടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലാണെങ്കിൽ, അതായത് കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ഒരു 5-6 കിലോമീറ്ററിനുള്ളിലാണ് ഇത് എങ്കിൽ നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ ഇനത്തിൽ ഒരുപാട് കാര്യങ്ങൾ കോസ്റ്റ് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കോഴിക്കോട് ജില്ലയിലെ സിറ്റിയോടനുബന്ധിച്ച് കൊണ്ടുവരികയാണെങ്കിൽ നമ്മളെ ജനറൽ ഹോസ്പിറ്റൽ, ബീച്ച് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തുടങ്ങിയ സ്ഥാപനത്തിലൊക്കെ മരുന്നുകൾ സപ്ലൈ ചെയ്യുവാൻ സാധിക്കും. അതുപോലെ തന്നെ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ, നമുക്ക് ഈ സ്ഥലത്തേക്ക് ആവശ്യം വരുമ്പോൾ, മരുന്നിൻ്റെ ആവശ്യകത വരുമ്പോൾ അവിടേക്ക് മരുന്നുകൾ എത്തിക്കുവാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത വരുന്നത്. സാമ്പത്തികമായിട്ടും ലാഭകരമായിരിക്കും. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഇത്രയും ദൂരം നമ്മൾ 10, 30, 40 കിലോമീറ്ററുകൾ യാത്ര ചെയ്യാനുള്ള വണ്ടിയുടെ എക്സ്പെൻസ് നോക്കുമ്പോൾ നമുക്കിത് വളരെ എക്സ്പെൻസ് കുറയ്ക്കാൻ സാധിക്കുന്നുള്ളതാണ് അത് വേറെ കാര്യം. മാത്രമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ ബ്ലോക്കുകളൊക്കെ വരുമ്പോൾ അത്യാവശ്യ സാഹചര്യത്തിൽ മരുന്നുകൾ എത്താനുള്ള ആ ഒരു ഡിലേ കൂടി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു കാര്യം. സ്റ്റോറേജ് സംബന്ധിച്ച് പുതിയ രീതികളൊക്കെ വരുന്നുള്ളൂ. അതിങ്ങനെ പല രീതികൾ അതൊക്കെ നമുക്ക് ഒരു നടപ്പാക്കണമെങ്കിൽ ശരിക്കും സ്വന്തം ബിൽഡിംഗ്, ശാസ്ത്രീയമായി ഡിസൈൻ ചെയ്ത ബിൽഡിംഗ് തന്നെ വേണ്ടേ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ സയൻറ്റിഫിക് രീതിയിൽ നമ്മളൊരു വെയർ ഹൗസ് ഡിസൈൻ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ രീതിയിലും നമ്മൾ മരുന്നുകൾ കുറച്ച് സ്പേസിൽ കൂടുതൽ നമ്മൾ മരുന്നുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള റാക്ക് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. പലപ്പോഴും മരുന്നുകൾ ഇങ്ങനെ അട്ടിക്കിടുമ്പോഴാണ് പലപ്പോഴും ഈ മരുന്നുകളിൽ നമ്മൾ ഈ കണ്ടാമിനേഷൻസും ഈ ബോട്ടിലുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് രീതിയിൽ നമ്മൾ റോബോട്ടിക് സിസ്റ്റംസോ അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റംസോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഡ്രഗ്സുകൾ നമ്മൾ സെലക്ട് ചെയ്യാനും ഇത് സൂക്ഷിക്കുവാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ മരുന്നുകൾ നമ്മൾ ക്വാറന്റൈൻ ഏരിയ, അതുപോലെ തന്നെ മരുന്നുകൾ ചില എക്സ്പോസീവ് ആയിട്ടുള്ള മരുന്നുകൾ സൂക്ഷിക്കേണ്ട പ്രത്യേക ഏരിയകൾ, അതുപോലെ തിരിച്ചെടുക്കുന്ന മരുന്നുകൾ, സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ സൂക്ഷിക്കാനുള്ള ഏരിയകളൊക്കെ പ്രത്യേകിച്ച് നമുക്ക് അതിൽ ഒരുക്കാൻ സാധിക്കും. അങ്ങനെ മരുന്നിൻ്റെ ആ ഒരു വിതരണ ശൃംഖല നമുക്ക് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത.
കോഴിക്കോട് കേന്ദ്രത്തിലാണെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി അനുമതി ഇഷ്യൂ ഉണ്ട്. ശരിക്കും ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങൾ കൂടി ശരിക്കും ഒരു മരുന്ന് സംഭരണ കേന്ദ്രത്തിൽ പ്രധാനമല്ലേ? തീർച്ചയായും. കാരണം പല മരുന്നുകളും എക്സ്പ്ലോഷൻ ചാൻസ് കൂടുതലുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മൾ പലപ്പോഴും ബ്ലീച്ചിങ് പൗഡറൊക്കെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയിടുമ്പോൾ, അതുപോലെ തന്നെ ആൽക്കഹോൾ, അസറ്റോൺ തുടങ്ങിയിട്ടുള്ള പിന്നെ നൈട്രോസെല്ലുലോസ് പറഞ്ഞിട്ടുള്ള നിരവധിയായിട്ടുള്ള കെമിക്കൽസുകൾ പലപ്പോഴും ഇത്തരം എക്സ്പ്ലോഷൻ ചാൻസുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി മിക്കവാറും നല്ല കൂൾ ഏരിയയിൽ, അതുപോലെ തന്നെ വെന്റിലേറ്റർ ഏരിയയിൽ ഇത്തരം കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ സ്ഥലപരിമിതി കാരണം ഇത് സംഭവിക്കാറില്ല. അപ്പോൾ ഇതിനൊക്കെ ചാൻസ് കൂടുതലാണ്. അത് പലപ്പോഴും അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരെയും ചിലപ്പോൾ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. കൊല്ലത്തൊക്കെ പലപ്പോഴും അത് ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ശാസ്ത്രീയമായ രീതിയിലാണ് ഒരു വെയർ ഹൗസ് ഉണ്ടാക്കുന്നതെങ്കിൽ പലപ്പോഴും നമുക്ക് ഇത്തരം അപകടങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ സാധിക്കുന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ശാസ്ത്രീയമായ ഒരു സംവിധാനം, ഒരു വെയർ ഹൗസിംഗ് എത്രത്തോളം ഗുണകരമാകും ഈ മരുന്നുകളുടെ വിതരണത്തിനും സൂക്ഷിപ്പിനും എന്ന് നമ്മോട് പറയുകയായിരുന്നു ഡോക്ടർ ജിജീഷ്. ജേസൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.